എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിൽ പശു ഇല്ലെങ്കിൽ കൂടി നമുക്ക് ചെടികൾക്ക് ഒഴിക്കാനുള്ള ചാണകവെള്ളം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന പുല്ലും പടലും കാടും ഒക്കെ വെട്ടിയത് ഒരു ബക്കറ്റിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. കർക്കിടക മാസമല്ലേ, അപ്പോൾ അത്യാവശ്യം പുല്ലും പടലും ഒക്കെ 4 പുറത്തും ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ചെത്തി കോരിയിട്ട് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കണം. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ നിറയാൻ പറ്റിയതാണ് എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അമർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 14 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഡീക്കെ ആയിട്ട് പെട്ടെന്ന് ചാണകവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 ഗ്ലാസ് തൈര് അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. തൈരില്ലെങ്കിൽ നമുക്കൊരു പിടി മണ്ണ് കൊടുത്താലും മതി. പക്ഷേ മണ്ണാകുമ്പോൾ ഏകദേശം ഒരു 10-20 ദിവസം പിടിക്കും. ഇതാകുമ്പോൾ 14 ദിവസം കൊണ്ട് നമുക്ക് ഡീക്കെ ആയി കിട്ടും. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അതായത് ഈ അടച്ച് വെക്കണ അടുപ്പിൽ ഹോളുണ്ടാകാൻ പാടില്ല കേട്ടോ. നമുക്ക് നല്ല പണി കിട്ടും, കൊതുക് ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഞാൻ ആ ഹോളിൻ്റെ ഇടയിൽ ഒരു പ്ലാവില വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഏകദേശം ശരിക്കും ചാണകം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ചാണകത്തിൻ്റെ മണവും എല്ലാം വരുന്നുണ്ട്. പക്ഷെ കുറച്ച് കൊതും കൂത്തടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഉണ്ടാവുമല്ലോ, നമ്മൾ ചാണകക്കുണ്ടിൽ നോക്കിയാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിനി അതിൽ നിന്ന് ചാണകവെള്ളം ആ ചണ്ടി വിടാതെ എടുക്കുകയാണ് കേട്ടോ. ചാണകവെള്ളമല്ല, ആ പച്ചില ജൈവവളത്തിൻ്റെ വെള്ളം. എന്നിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, കുരുമുളകിന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ചെണ്ടുമല്ലി തൈകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇത്.